പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കും മറ്റു പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് താമസിച്ചതുകൊണ്ടും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യബലവും നൽകി തന്നതുകൊണ്ടും ഒരു പ്രാവശ്യം കൂടെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ഒരുക്കുന്ന ഈ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ചിന്തിക്കാം. ഈ ആഴ്ചയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി 34-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ നമുക്ക് വായിക്കാൻ കഴിഞ്ഞത് പ്രാർത്ഥിക്കുന്ന ദൈവമായിട്ടുള്ള ബന്ധമുള്ള ഭക്തന് വേണ്ടി ദൈവം തൻ്റെ ദൂതനയച്ച് നമ്മെ വിടുവിക്കും. ദൈവത്തിന് നേരിട്ടിറങ്ങി വന്ന് നമ്മെ വിടുവിപ്പാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്യും? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടയായി തീരും. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ദൈവം തൻ്റെ ദൂതനയച്ച് വിടുവിച്ച ഒട്ടനവധി ഭക്തന്മാരെ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ കഴിയും. നമുക്കൊരാവശ്യം വന്നാൽ, നമുക്കൊരു വിഷയം വന്നാൽ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അയപ്പാനിടയായി തീരും. ദൂതന്റെ സാന്നിധ്യം ആകാശവും ഭൂമിയും സകലതും ഉണ്ടാകുന്നതിന് മുമ്പേ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന സശക്തനായ ദൈവത്തെ സേവിക്കേണ്ടതിനും ആരാധിക്കേണ്ടതിനും സേവകരായിരിക്കുന്ന ഏഞ്ചൽ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചതായി നമുക്ക് വിശുദ്ധ ബൈബിളിൽ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ആ ദൂതൻ അയച്ച് വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം ഉണ്ടാക്കിയ ദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനും വലിയവനുമായിരിക്കുന്ന ലൂസിഫറാണ് അവസാന ഒടുവിൽ ദൈവത്തിന് വിരോധിയായി മാറി സാത്താനായി മാറിയത്. ഇന്നും അവന്റെ സാന്നിധ്യം ഇന്ന് ലോകത്ത് അവൻ വ്യാപരിക്കുന്നു. അപ്പോൾ പറഞ്ഞതിന്റെ കാരണം അവൻ ഇന്നും നമുക്ക് വേണ്ടി ദൂതൻ അയച്ച് ദൈവം എന്ത് ചെയ്യും? വിടുവിപ്പാനിടയാകും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഓരോ ആവശ്യങ്ങളിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അയച്ച് ഉത്തരമരുളുവാനിടയായി തീരും. നമ്മെ സഹായിക്കേണ്ടതിന്, നമ്മെ സൂക്ഷിക്കേണ്ടതിന്, നമ്മോട് സംസാരിക്കേണ്ടതിന്, നമ്മെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതിന്, അങ്ങനെ പലവിധമായ കാര്യങ്ങളിൽ ദൈവം തൻ്റെ ദൂതനെ നമുക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അയച്ച് നമ്മെ വിടുവിപ്പാനിടയാകും. സഹായിക്കേണ്ടതിന് ലോത്തിന് വേണ്ടി എന്ത് ചെയ്തു? ദൈവം തൻ്റെ ദൂതനെ സോദോം പട്ടണത്തിൽ അയച്ചു. ദൂതൻ അയച്ച് അവനെ അവിടെ നിന്ന് വിടുവിപ്പാനിടയായി. നിലവിളിക്കുന്ന ആഹാറിനോട് ദൈവത്തിന് ദൂതൻ അയച്ചിട്ട് ദൂതൻ ചോദിക്കുകയാണ്, ആഹാരം നിനക്കെന്ത്, നീ കരയണ്ട, ബാലൻ ഇരിക്കുന്നത് ഞാൻ നിലവിളി കേട്ടിരിക്കുന്നു. കണ്ടോ? അപ്പോൾ സഹായിക്കുവാൻ അവിടെ ദൂതൻ അയച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒത്തിരി ഭക്തന്മാർക്ക് വേണ്ടി ദൈവം എന്ത് അയച്ചിട്ടുണ്ട്? ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദാനിയേലിന് വേണ്ടി സിംഹത്തിന്റെ കുഴിയിൽ ദൈവം തന്റെ ദൂതൻ അയച്ചെന്ത് ചെയ്തു? സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞു. എബ്രാ ബാലന്മാർക്ക് വേണ്ടി ദൈവം ദൂതൻ അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ദൂതനയച്ച് വിടുവിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഞായറാഴ്ച സന്ദേശം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നോക്കി ഞാൻ കൈമാറാം. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആവശ്യങ്ങളിലും നിങ്ങളുടെ വിഷയങ്ങളിലും ദൈവം എന്ത് ചെയ്യും? ദൂതന്മാരെ അയച്ച് നിങ്ങളെ വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മൗനം പാലിച്ചിരിക്കുന്ന ദൈവമല്ല. ദൂതൻ അയച്ച് ദൈവം വിടുവിക്കും. നേരിട്ടിറങ്ങേണ്ട വിഷയങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി നേരിട്ടിറങ്ങി എന്ത് ചെയ്യും? വിടുവിപ്പാനിടയാകും. 38 വർഷമായി ബെഥസ്ദ കുളക്കര കിടക്കുന്ന മനുഷ്യൻ ആരുടെ സഹായമില്ലാതെ, ആരുടെ ഒരു വിടുതൽ കാണാൻ കഴിയാതെ തനാകപ്പാടെ തകർന്നിരിക്കുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്ന് കുളം കലക്കുമ്പോൾ അനേകർ വന്ന് സൗഖ്യം പ്രാപിച്ച് തനിക്ക് മുമ്പായി പോകുന്നു. അങ്ങനെ ഒരു വിടുതലിന് വേണ്ടി കാത്തിരുന്നതിന് വേണ്ടി യേശു നേരിട്ടിറങ്ങി അവൻ എന്ത് ചെയ്തു? സൗഖ്യമാക്കാനിടയായി. പ്രിയമുള്ളവരെ, നേരിട്ടിറങ്ങേണ്ട വിഷയങ്ങളിൽ കർത്താവ് എന്ത് ചെയ്യും? നേരിട്ടിറങ്ങും. എന്നാൽ ദൂതന്മാരെ അയക്കേണ്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യും? ദൈവം ദൂതന്മാരെ അയച്ചു വിടുവിക്കും. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യം എന്ത് ചെയ്യുന്നു? കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൂതഗണങ്ങൾക്ക് മനുഷ്യന് രൂപമെടുക്കാൻ കഴിയും. നമുക്കറിയാം, അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാം കൂടാരത്തിന്റെ പടിവാതിക്കൽ ഇരിക്കുമ്പോൾ 2 മനുഷ്യരെ, 2 ദൂതന്മാർ അവരുടെ അടുക്ക് വരികയും സാറായോടും അബ്രഹാമിനോടും വാഗ്ദത്തം പറയും. സാറായോട് ഒരു തലമുറ നിനക്ക് തരുമെന്നൊക്കെ പറയാനിടയായി. അപ്പൊ മനുഷ്യരൂപം എടുത്ത് എന്ത് ചെയ്തു? അബ്രഹാമിനോട് സംസാരിച്ചു. അപ്പൊ ദൂതഗണങ്ങൾക്ക് മനുഷ്യന്റെ രൂപമെടുക്കാൻ കഴിയുമെന്ന് ബൈബിൾ ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് വരെയും
ദൂതന്മാരുടെ പ്രസൻസ് സാന്നിധ്യമുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ പോലും ദൂതഗണങ്ങളുടെ സാന്നിധ്യമുണ്ട്. നമുക്കറിയാം, മറിയയുടെ അടുക്കൽ പോലും ദൈവം തന്റെ ദൂതനയച്ചിട്ടാണ് അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിപ്പാനിടയായത്. അപ്പോൾ നമുക്ക് വേണ്ടി ദൂതന ദൈവം അയപ്പാനിടയാകും. മോശ ഉൾപ്പെടലിൽ നിൽക്കുമ്പോൾ യഹോവയുടെ ദൂതൻ ഇറങ്ങി വന്നവനെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു വേർതിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ദൂതൻ അയച്ച് ദൈവം വിടിവിപ്പാനിടയായി തീരും. പ്രിയമുള്ളവരെ, വാക്യങ്ങൾ എടുത്താൽ അവൻ ഈ മെസ്സേജ് ഇവിടെ കൊണ്ട് തീരുകയില്ല. ഒട്ടനവധി വാക്യങ്ങൾ നമുക്ക് വിശുദ്ധ തിരുവെഴുത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത്, നമുക്ക് മുമ്പായി ദൈവം ദൂതൻ അയച്ച് നമ്മെ വിടിവിക്കും. എവിടെയാണ്? വഴിയിൽ നാം നശിച്ചു പോകാതിരിപ്പാൻ, വഴിയിൽ നമ്മെ സൂക്ഷിക്കേണ്ടതിന്, വഴിയിൽ നമ്മെ കാക്കേണ്ടതിന് ദൈവം തന്റെ ദൂതൻ അയച്ച് നമ്മെ വിടിവിപ്പാനിടയായി തീരും. വഴി വെച്ച് തകർന്നു പോകുവാൻ, നശിച്ചു പോകുവാൻ ദൈവം നമ്മെ അനുവദിക്കുകയില്ല. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പലരും. എന്നാൽ അനർത്ഥങ്ങൾ വരാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ദൂതൻ അയച്ച് നമ്മെ വിടിവിപ്പാനിടയായി തീരും. നിന്നെ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന്, ദൈവം നിയമിച്ചിരിക്കുന്ന, ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നമ്മെ കൊണ്ടെത്തിക്കേണ്ടതിന് ഞാൻ നിനക്കുമ്പായി ദൂതനെ അയക്കുന്നു. മോശയോട് ദൈവം കൊടുക്കുന്ന ദൈവിക വാഗ്ദത്തമാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി കർത്താവ് ദൂതൻ അയച്ച് നമ്മെ വിടിവിപ്പാനിടയായി തീരും. നാം ഭാരപ്പെടുന്ന ഏത് വിഷയങ്ങളുമാകട്ടെ, ഞെരുങ്ങുന്ന ഏത് വിഷയങ്ങളുമാകട്ടെ, കുറുവാക്യത്തിൽ നാം വായിച്ചതുപോലെ നമുക്ക് വേണ്ടി ദൂതൻ അയച്ച്, നമുക്ക് ചുറ്റുപാളയം ഇറങ്ങി ദൂതന്മാരെ അയച്ച് വിടിവിപ്പാൻ വിശ്വസ്തനായ ദൈവമ. ശാരീരപരമായി, മാനസികപരമായി, സാമ്പത്തികപരമായി, കുടുംബ തകർച്ചകളാലും പലവിധമായ ബുദ്ധിമുട്ടുകളാൽ എങ്ങനെ ഒരു കരകയറാൻ കഴിയുമെന്ന് ഭാരപ്പെടുന്ന ദൈവമക്കളെ, ആത്മാവിൽ ഞാൻ നിങ്ങളുമായി ഞായറാഴ്ചയിൽ ദൂത് കൈമാറാം. അതെ, നിങ്ങൾക്ക് വേണ്ടി ദൂതൻ അയച്ച് വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. പത്രോസ് മരണം കാത്ത് കിടന്നുറങ്ങുമ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല, മരിച്ചാൽ മതി എന്നിരിക്കുമ്പോൾ സഭയുടെ പ്രാർത്ഥനയാൽ കർത്താവിന്റെ ദൂതനെ അയച്ചു. അവൻ ദൂതൻ അയച്ച് എന്ത് ചെയ്തു? പത്രോസിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. അതേ പ്രിയമുള്ളവരെ, ഇനി പുറത്തു വരത്തില്ലെന്നും വിടുതൽ പ്രാപിക്കുകയില്ലെന്നും നാം ചിന്തിക്കുന്ന വിഷയങ്ങളുമേൽ കർത്താവ് തന്റെ ദൂതൻ അയച്ച് നമ്മെ വിടിവിപ്പാനിടയായി തീരുക. ഹേരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാ ജനത്തിന്റെ സകല പ്രതീക്ഷകളിൽ നിന്നും ദൈവം പത്രോസിനെ വിടിവിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് ദൂതൻ അയച്ച് വിടിവിക്കും. ആകയാൽ ആ കർത്താവിൽ നമ്മെ തന്നെ ആശ്രയിക്കട്ടെ. ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്, വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. പ്രിയമുള്ളവർ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് നിങ്ങൾ ഇരിക്കുന്നിടത്ത് ദൈവം ദൂതൻ അയച്ച് നിങ്ങളുടെ വിഷയങ്ങളെ വിടിവിക്കുക. പ്രാർത്ഥന വിഷയത്തിന് മേൽ, കരയുന്ന വിഷയങ്ങളുടെ മേൽ, ഉപവസിക്കുന്ന വിഷയങ്ങളുടെ മേൽ, ആഗ്രഹിക്കുന്ന വിഷയങ്ങളുടെ മേൽ, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ, സ്ഥലത്ത് ദൈവം ദൂതൻ അയച്ച് നിങ്ങളെ വിടിവിക്കുമെന്ന് ആത്മാവിൽ പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ വചനത്തിൽ നിന്ന് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.